പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തെ വിളിച്ച് കാണിക്കണം അനിയൻകുട്ട ചായ തന്നെ എടുത്ത് കുടിക്കുന്നത്. അപ്പം ഗീവർഗീസേട്ടൻ ചോദിക്കുന്നു, അതെന്ത് പറ്റി എന്ന് ചോദിക്കണം. അത് വിക്രം പറയാണ്, അത് ചായയൊന്നും കൊണ്ടുവച്ചാൽ കുടിക്കത്തില്ല, ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ചായ കൊണ്ടുവച്ചാൽ മതി, പിന്നെ എപ്പോഴെങ്കിലും ആയാലും എടുത്ത് കുടിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ ഗീവർഗീസേട്ടൻ പറയാണ്, അതൊക്കെ അങ്ങനെയാണ്, എന്തായാലും ഇവിടെ നിന്ന് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് അനിയൻകുട്ടൻ്റെ ഈ അസുഖമൊക്കെ മാറി പഴയതുപോലെ ആവുമെന്ന് പറയാണ്. എല്ലാം ശരിയാവുമെന്നും ഗീവർഗീസ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ വേദ യാത്ര പറഞ്ഞ് മേരിയുടെ കൂടെ പോവുകയാണ്. അപ്പം മേരി അടുത്ത് ചോദിക്കുന്നുണ്ട് ഗീവർഗീസേട്ടൻ, ഞാൻ കൊണ്ടാക്കണോ മേരി? വേണ്ട, ഞങ്ങളങ്ങ് നടന്നു പൊക്കോളാം, ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ, വാ മോളെ പെട്ടെന്ന് വാ, ഇനിയും താമസിച്ച് ആ മാനേജർ കിടന്ന് വഴക്ക് പറയുമെന്ന് പറയാണ്. അങ്ങനെ മേരി ചേച്ചിയും വേദയും കൂടെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് ജോലിയൊക്കെ തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മാനേജർ വരികയാണ്. അപ്പം കൂടെ നിന്ന ഒരാൾ പറയാണ്, മേരിയെ, ഇന്ന് ഒരിക്കലും ഇല്ലാതെ മാനേജർ ഇവിടെ തോട്ടത്തിൽ തന്നെ ഉണ്ടല്ലേ? അപ്പം മേരി ചേച്ചി പറയാണ്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇന്നലെ തൊട്ടേ ഈ മാറ്റമുണ്ട്, എന്താ ഉദ്ദേശം എന്നൊക്കെ അറിയാം എന്ന് മേരി പറയാണ്. അപ്പം കൂടെ നിന്ന് ചേച്ചി പറയാണ്, അത് കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലാണെന്ന് പറയുന്നത് പോലെയാണ്, എന്തിനാ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം മേരി പറയാണ്, നിൻ്റെ ഉദ്ദേശം നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ആ പരിപാടി വേണ്ട എന്ന് പറയാണ്. അപ്പം ആ ചേച്ചി പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞല്ല മേരി, കുറുക്കൻ്റെ കാര്യം പറഞ്ഞതാ. എന്നിട്ട് മേരി ചേച്ചി വന്ന് വേദയെടുത്ത് പറയാണ്, മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട, മോൾക്കൊരു വിഷമവും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ചേച്ചി എനിക്കൊരു വിഷമവും ഇല്ല, ഈ അടവൊക്കെ എവിടെയെങ്കിലും നടക്കുവാണെങ്കിൽ മാത്രമേ വിഷമിച്ചാൽ പോരെ, എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് മാനേജർ അങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വരുമ്പോൾ മേരി ചേച്ചി ചോദിക്കുന്നുണ്ട്, സാറ് ഇവിടെ സാധാരണ വരാറില്ലല്ലോ, എന്താ പുതിയ മാറ്റമൊക്കെ? ഒന്നുമില്ല, ഇവിടെ പല മാറ്റങ്ങളും ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ നിങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയാൻ വന്നതാണെന്ന് പറയാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് ആ സൈൻ ഇടാൻ വേണ്ടി പേപ്പർ കൊണ്ടുവരും, ആ സൈൻ ഇട്ട് തന്നേക്കണേ എന്ന് വേദയെടുത്ത് മേരി ചേച്ചിയെടുത്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരി സാർ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് മാനേജർ അങ്ങ് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേദ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ അതൊന്നും കണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ മാനേജർ അങ്ങ് പോവുകയാണ്. വിക്രമാണെങ്കിൽ ഈ സമയത്ത് പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗീവർഗീസിനോട് വിറകൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മൈക്കിളച്ചനും അനിയൻകുട്ടനും പ്രാർത്ഥനയിലൊക്കെയാണ്. അതിനുശേഷം മൈക്കിളച്ചൻ നേരെ പുറത്ത് വന്നിട്ട് പറയാണ്, ഇനി മതി, വല്ലതും കഴിച്ചിട്ടൊക്കെ ആവാം ബാക്കിയുള്ള ജോലി. അപ്പം ഗീവർഗീസേട്ടൻ പറയാണ്, ഞാനിപ്പോൾ അങ്ങോട്ട് വരാനായിട്ടിരുന്നതാണ്, ആകപ്പാടെ കുഴഞ്ഞ വെച്ചാൽ. അങ്ങനെ മൈക്കിളച്ചൻ അവരെയും വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരികയാണ്. അപ്പോൾ മൈക്കിളച്ചൻ പറയാണ്, ഞാൻ പ്രാർത്ഥനയൊക്കെ നടത്തുന്നതിൻ്റെ കൂടെ തന്നെ ഡോക്ടറിനെയും കാണണം, ഇവിടെ ഒരു പണിക്ക ഡോക്ടറുണ്ട്, ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, നല്ല തിരക്കാണെന്നാണ്, അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്, നമുക്ക് ഉടനെ അനിയൻകുട്ടനെ കൊണ്ട് പോയാലോ എന്ന് വിക്രത്തിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ വിക്രം പറയാണ്, അത് വേണ്ട അച്ഛാ, ഇപ്പോൾ അത് യാത്ര ശരിയാവത്തില്ല. അപ്പോൾ അച്ഛൻ പറയാണ്, യാത്രയും ഡോക്ടറിൻ്റെ ചികിത്സയും പ്രാർത്ഥനയും ഒരേപോലെ പോയാലേ സുഖപ്പെടൂ എന്ന് പറയാണ്. ഇപ്പോൾ എന്തായാലും യാത്ര വേണ്ട, ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് വിക്രം പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഗീവർഗീസ് അച്ഛനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം അച്ഛൻ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഗീവർഗീസ്, ഇവരുടെ പുറകെ തന്നെ മരണഭയം ഇവർക്കുണ്ട്, പുറകെ തന്നെ മരണവുമുണ്ട്, അതുകൊണ്ട് നിൻ്റെ ഒരു ശ്രദ്ധ ഇവരെ കൂടെ തന്നെ വേണം. ഇവരുടെ മരണത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് അകത്തിരിക്കുന്ന അനിയൻകുട്ടൻ്റെ ഉള്ളിലെ ഓരോ രഹസ്യങ്ങൾ അത് പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഗീവർഗീസ് പറയാണ്, അച്ഛാ അവരെന്തായാലും ഡോക്ടറിനെ കാണാൻ സമ്മതിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്, അത് ഈ മരണഭയം കൊണ്ടാണ് അവർ പോകാൻ തയ്യാറാവാത്തതെന്ന് പറയാണ്. നിൻ്റെ ഒരു ശ്രദ്ധ അവർ എപ്പോഴും ഉണ്ടാവണം, അനിയൻകുട്ടൻ്റെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് മൈക്കിളച്ചൻ പറയാണ്. അങ്ങനെ അവർ നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം വേദയെ എടുത്ത് സൈൻ ഇടാൻ വേണ്ടി പേപ്പറുമായിട്ട് വരികയാണ്. അപ്പം വേദയൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. ആഹാരം കഴിക്കുമ്പോൾ അവർ കറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ മേരി പറയുന്നുണ്ട്, വേദയ്ക്കെല്ലാം വെച്ച് കൊടുക്കുന്നത് വേദയുടെ ഭർത്താവ് വിക്രമ, അങ്ങനെ സ്നേഹമുള്ള ഭർത്താവ് എന്ന് പറയാണ്. അങ്ങനെ കറിയൊക്കെ ഷെയർ ചെയ്ത് അവർ ആഹാരം കഴിക്കുകയാണ്, സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ ആഹാരം നിർത്തിയിട്ട് എണീക്കുമ്പോൾ മേരി ചോദിക്കുന്നുണ്ട്, മതിയോ? അത് വിക്രം എപ്പോഴും കുറച്ച് ചോറ് കൂടുതലിടും, എനിക്കിത്രയും മതി എന്ന് പറയാണ്. വിക്രത്തിനത് പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വേദ പോയി കൈ കഴുകുകയാണ്. അപ്പോഴാണ് മാനേജർ അങ്ങോട്ട് വരുന്നത്, പേപ്പറുമായിട്ട് വരികയാണ്. എന്നാൽ പേപ്പർ വേദയുടെ കൊടുത്ത് കൊടുക്കുന്നുണ്ട്, വേദയെ വിളിച്ചിട്ട് പേപ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദ പേപ്പർ വാങ്ങിച്ച് വായിച്ച് നോക്കുവാണ്. അപ്പോൾ മാനേജർ പറയാണ്, എന്തുവാ വായിച്ച് നോക്കുന്നത്, വായിക്കാനും എഴുതാനും അറിയാമെങ്കിൽ ഈ ജോലിക്ക് ഇവിടെ വരത്തില്ലല്ലോ. അങ്ങനെ വേദ പക്ഷേ അത് വായിച്ച് നോക്കുന്നുണ്ട്. എന്താ സൈൻ ഇടാൻ അറിയത്തില്ല, എന്നെ കൈ പതിപ്പിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, സൈൻ ഇടാനൊക്കെ അറിയാം എന്നും പറഞ്ഞ് പേന വാങ്ങിച്ച് സൈൻ ഇടുന്നുണ്ട്. അപ്പോഴും മാനേജറിൻ്റെ നോട്ടം ഒരു വല്ലാത്ത രീതിയിൽ വേദ ഇങ്ങനെ നോക്കുന്നുണ്ട്. വേദയ്ക്ക് അപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സൈൻ ഇട്ട് കൊടുക്കുവാണ്. മേരി ചേച്ചി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ മേരി ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്,
ചേച്ചിക്കൊക്കെ എത്ര രൂപ വേതനം തരുന്നത്? ഈ പേപ്പറിനകത്ത് തരുന്നതൊക്കെ നിങ്ങൾക്കും തരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെയും കയ്യിൽ നിന്നൊക്കെ ഇതേപോലെ പേപ്പർ ഒപ്പിട്ട് വായിച്ചിട്ടുണ്ട്, ആ വേതനത്തിന് ഞങ്ങൾക്കും തരുന്നുണ്ടെന്നൊക്കെ മേരി ചേച്ചി പറയാണ്. എന്താ മോളെ അതൊക്കെ ഉണ്ട്, അതൊക്കെ പറയാം എന്ന് പറയാണ്. അങ്ങനെ ചേച്ചിയും വിളിച്ചുകൊണ്ട് വേദി അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വാസവനും ശ്രീകാര്യ ശ്രീനിവാസും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ വാസവൻ പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് വരുണില്ലാത്തതിൻ്റെ ഒത്തിരി നഷ്ടങ്ങളുണ്ട്. അവൻ അന്ന് ചിരിക്കുകയും കളിക്കുകയും എന്നോട് പറഞ്ഞതുമൊക്കെ ഞാനിപ്പം ഓർത്തിരിക്കുകയാണ്. അത് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ സമയമുള്ളൂ. ഇലക്ഷനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അവൻ്റെ നഷ്ടം എത്ര വലുതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ വാസവൻ തൻ്റെ സങ്കടം ശ്രീനിവാസനോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അതൊക്കെ അങ്ങനെ ഓരോ നഷ്ടമുണ്ടാകുമ്പോഴേ നമുക്കതിൻ്റെ വില മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഇലക്ഷൻ്റെ കാര്യം വാസവൻ തന്നെ ജയിക്കും. പിന്നെ ഇലക്ഷൻ നടക്കുന്നത് വരെ ഇതിന് നാട്ടുകാർക്ക് കുത്തിപ്പറയാനും ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണമല്ലോ. അതുമാത്രമാണ് ഞാനിപ്പം. എന്തായാലും ജയത്തിൻ്റെ കൂടുതൽ പങ്കും വാസവൻ തന്നെയാണ്. ജയിക്കുമെന്ന് ഉറപ്പ് വാസവൻ തന്നെയാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ മുന്നേ വാസവനൊരു കൺഗ്രാജുലേഷൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാര്യ ശ്രീനിവാസൻ വാസവന് ആശംസകളൊക്കെ പറയുന്നുണ്ട്. വാസവൻ പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ മനസ്സിലിപ്പോൾ ഇല്ല, എൻ്റെ മകൻ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വാസവനെ ഞാൻ വിളിച്ചതെന്ന് പറയാണ്. അങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസൻ കാറിൽ നിന്നൊരു പേപ്പർ എടുത്തുകൊണ്ട് വന്ന് വാസവൻ്റെ കൊടുക്കുകയാണ്. ഇതാണെങ്കിൽ കോൾ ലിസ്റ്റാണ്. അന്ന് പുള്ളിക്കനെ അവസാനമായി വിളിച്ചത് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കോൾ ലിസ്റ്റ് എടുത്തതാണ്. അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് 2 ദിവസത്തിന് മുമ്പ് വിളിച്ചിട്ടുള്ളത് നമ്മുടെ ശ്രീകാന്താണ്. അപ്പം വാസവനൊന്ന് ഞെട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ, ശ്രീകാന്താണ് 2 ദിവസത്തിന് മുമ്പ് വിളിച്ചത്. പിന്നെ ശ്രീകാന്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. അതിനുശേഷം വേറൊരു നമ്പറിൽ നിന്നാണ് പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാരുടെ നമ്പറാണെന്ന് വാസവൻ ചോദിക്കുന്നുണ്ട്. അത് സാബു എന്നൊരാളുടെ പേരിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അത് ചിലപ്പം ശ്രീകാന്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ കമ്പനി ജോലി ചെയ്യുന്ന ആരുടെയെങ്കിലും പേരിലെടുത്ത സിമ്മായിരിക്കും. എന്തായാലും പിന്നെ ആ നമ്പറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൾ വന്നിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പം വാസവൻ ചോദിക്കുകയാണ്, അപ്പോൾ ഇനി പുള്ളിക്കനെ കൊന്നത് ശ്രീകാന്താണെന്നാണോ ശ്രീനിവാസൻ പറയുന്നത്? അങ്ങനെ ആയിക്കൂടാന്ന് പറയാൻ പറ്റുമോ? എന്തായാലും നമുക്ക് അവനെ ഒന്ന് കാണണം, ഇപ്പം തന്നെ കാണണമെന്ന് വാസവൻ പറയുന്നത്. അപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നത്, ഇപ്പം കാണണ്ട, രാത്രി അമ്മായിയപ്പനുമായിട്ട് കൂടിയിട്ട് പോകുന്ന വഴിയിൽ നമുക്കവനെ തടഞ്ഞു നിർത്താം എന്ന് പറയാണ്. അങ്ങനെ രാത്രിയിൽ ശ്രീകാന്തിനെ രണ്ടുപേരും കൂടെ പിടിച്ചെടുത്തുന്നുണ്ട്. ശ്രീകാന്താണെങ്കിൽ വീട്ടിലേക്ക് കാർ ഓടിച്ചോണ്ട് പോകുമ്പോൾ വാസവനും ശ്രീകാര്യ ശ്രീനിവാസനും കൂടെ ശ്രീകാന്തിനെ പിടിച്ചെടുത്തുന്നുണ്ട്. അപ്പം എന്താണെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ പറയാം, നീ ആദ്യമാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങാൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാര്യ ശ്രീനിവാസൻ വന്നിട്ടാണ്, നിന്നോട് ചോദ്യവും പറച്ചിലൊന്നുമില്ല, സത്യം മാത്രം പറഞ്ഞാൽ മതി. പുള്ളിക്കൻ മരിക്കുന്നതിന് മുമ്പ് നീ എന്തിനാണ് പുള്ളിക്കനെ വിളിച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം ശ്രീകാന്താണെങ്കിൽ ചോദിക്കുകയാണ്, അതെന്തിനാണ് നിങ്ങളടുത്ത് പറയുന്നത്? എന്താ നിങ്ങളടുത്ത് പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് പുള്ളിക്കനെ കടന്ന് എപ്പോഴും വിളിക്കുന്നത്? നീ അല്ലേ പുള്ളിക്കനെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറയാണ്, ഞാൻ പുള്ളിക്കനെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാനാണോ അവനെ കൊന്നതെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാസവൻ വന്ന് ശ്രീകാന്തിൻ്റെ കോളറിൽ പിടിക്കുമ്പോൾ പറയാണ്, അപ്പം നിങ്ങളുടെ ഉത്തരം പറയേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ MLA ആയെന്നും പറഞ്ഞ് ഒരിക്കലും പോലീസ് ആവത്തില്ലല്ലേ. എന്നോട് ആരെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം അവരോട് ഉത്തരം പറയാൻ. അതുകൊണ്ട് എൻ്റെ നേരെ മെക്കെട്ടേറാൻ വരണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ മറ്റൊരു മുഖമാണ് വാസവൻ കാണുന്നത്.